പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ ഈ ആഴ്ച നമ്മൾ നൈനാമല ചന്തയിലെത്തിയിരിക്കുകയാണ്. ഏകദേശം 1:30 മണിയായി നമ്മൾ ചന്തയിലെത്തിയപ്പോൾ. കഴിഞ്ഞ ആഴ്ച പോത്തൻകുട്ടികൾക്ക് ആരും എടുക്കാനൊന്നും ഇല്ലായിരുന്നു. ഈ ആഴ്ച എല്ലാം കച്ചവടമായിരിക്കണം. രാത്രി 10-11 മണിയായപ്പോൾ കച്ചവടമായി കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ലോണുകാരുണ്ടായിരുന്നു ഈ ആഴ്ച. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എല്ലാം കച്ചവടമായി പോയി. ഈ ആഴ്ച നമുക്ക് എന്തായാലും ഒരു പോത്തൻകുട്ടികളെ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനി കുറച്ച് നാടൻ പോത്തൻകുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇതിനൊക്കെ ഒടുക്കത്തെ വിലയാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ 18-20 രൂപയൊക്കെയാണ് ഈ ചെറിയ കുട്ടികൾക്ക് ചോദിക്കുന്നത് തന്നെ. കാരണം ബാക്കിയുള്ള ആന്ധ്ര കുട്ടികളും നല്ല ക്രോസ് കുട്ടികളെല്ലാം കച്ചവടമായി പോയി. അതുകൊണ്ട് ഇതിനൊക്കെ നല്ല വില ചോദിക്കുന്നുണ്ട്. കൊമ്പും തലേന്നും വൃത്തിയെന്നുള്ളതല്ല. ഇതിനൊക്കെ 45 രൂപയാണ് രണ്ടിനും കൂടി ചോദിക്കുന്നത്. 45,000 രൂപയാണ് രണ്ടിനും കൂടെ ചോദിക്കുന്നത്. എന്തായാലും ഇതിനൊന്നും നമ്മൾ വില പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച പോത്തുംകുട്ടി ആർക്കും വേണ്ടായിരുന്നു. ഈ ആഴ്ച നമ്മൾ വരുന്നുമ്പേ ചന്തയിലെല്ലാം കച്ചവടം കഴിഞ്ഞ് പോയിരിക്കുകയാണ്. നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോവാം. നമുക്ക് കുറച്ച് മാട് വേണം, എടുക്കാൻ ആളുണ്ട്. കന്ന് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ചന്ത ആക്റ്റീവായി തുടങ്ങിയതേ ഉള്ളൂ. 2 മണി ആ ടൈം ആയതേ ഉള്ളൂ. കന്ന് അധികം വന്ന് തുടങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ ഒരു ഗീറിൻ്റെ ഒരു ക്രോസ്, ഒരു നല്ലൊരു മൂരിക്കുട്ടിയെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 27,000 രൂപയാണ് ഇതിന് ചോദിച്ചത്. 27,000 രൂപ ചോദിച്ചു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു വലിയ പോത്ത് നിൽപ്പുണ്ട്. 65,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഇവിടെ ഒരു കാങ്കയത്തിൻ്റെ മുരിക്കുട്ടി ഇപ്പോൾ ഉണ്ട്. 32,000 രൂപ ചോദിക്കുന്നുണ്ട്. 32,000 രൂപയാണ് ചോദിക്കുന്നത്. എന്ത് ഉദ്ദേശത്തിലാണ് അത്രയും ചോദിക്കുന്നതെന്നറിയില്ല. കാരണം കന്ന് ഇന്ന് വളരെ കുറവാണ് ചന്തയിൽ. പുറത്തുനിന്നും അധികം കന്ന് വന്നിട്ടില്ല. ഇനി വരുമോയെന്നും അറിയില്ല. ഇപ്പോൾ ഏകദേശം ഒരു 3-3:30 മണിയായിട്ടുള്ളൂ. 32,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൽ നമ്മൾ പിന്നെ വലുതായിട്ട് വില പറയാൻ നിന്നില്ല. നമ്മളൊരു 21 രൂപ വരെ പറഞ്ഞു. 21,000 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും നടക്കില്ലെന്നാണ് പറയുന്നത്. ലാസ്റ്റ് 30 രൂപ കുറച്ച് കൊടുക്കുന്നത്. അവിടെ ഒരു എച്ചപ്പിൻ്റെ ഒരു മൂരിക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. 42,000 രൂപ, 43,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 43,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. എന്തൊരു ഉദ്ദേശത്തിലാണ് അത്രയും ചോദിക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല. ഇവിടെയൊക്കെ വലിയ കാളെ മൂരിയൊക്കെ തായി ഭാഗത്ത് നിൽപ്പുണ്ട്. എൻ്റെ അമ്മ ഇന്ന് ഒടുക്കത്തെ വില തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ ഏകദേശം 2 മണിക്കൂറോളമായി ചന്തയിൽ കിടന്ന് കറങ്ങുകയാണ്. ഒടുക്കത്തെ വില തന്നെയാണ് ഇന്നും. ഇപ്പോൾ നോയമ്പൊക്കെ തുടങ്ങി. ഇനി പെരുന്നാൾ, ഇനി 2 മാസത്തേക്ക് വില കൂടുമെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. കാരണം പഴയതുപോലെ പുറത്തുനിന്ന് ആന്ധ്ര കർണാടകയിൽ നിന്നും ശരിക്കും കന്നിറങ്ങി വന്നിട്ടില്ല. ഇവിടെയൊക്കെ നിൽക്കുന്നതിനൊക്കെ ഒടുക്കത്തെ വിലയാണ് ചോദിക്കുന്നത്. 45,000, 50,000 രൂപയ്ക്കാണ് ചെറിയ കന്നുകൾക്ക് തന്നെ ചോദിക്കുന്നത്. നമ്മൾ കറങ്ങി അടുത്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഈ ആഴ്ച എന്തായാലും നമ്മൾ ആദ്യം കണ്ട വെള്ള മൂരിക്കുട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത്രയും സമയമായിട്ട്. ഇവിടെ ഒരു മൂരിക്കുട്ടി പോണ്ട്. ഇതിന് 40 രൂപയാണ് അവർ ചോദിക്കുന്നത്. 40,000 രൂപ. ഒരു പാർട്ടി 27,000 രൂപ എണ്ണി കയ്യിൽ കൊടുത്തിട്ട് അവർ അതിന് കച്ചവടമാക്കില്ല. 30,000 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. 40 രൂപ ഇതിന് എണ്ണി കയ്യിൽ കൊടുത്തേക്കുവാണ്. എന്നിട്ട് അവർ കൊടുക്കുന്നില്ല. ഏകദേശം ഒരു 100 കിലോ കഷ്ടി വരും, 90 കിലോ അത്രയൊക്കെ വരത്തുള്ളൂ. അതിന് തന്നെ അവർ അത്രയും വില ചോദിക്കുന്നു. 27,000 രൂപ കൊടുത്തിട്ടും അത് കച്ചവടമായിട്ടില്ല ഇത്രയും സമയമായിട്ട്. അവർ 30 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയണത്. 30 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയണത്. അവർ കച്ചവടം വിട്ട് അവർ പോവുകയും ചെയ്ത്. നമ്മൾ പിന്നെ അതിലൊന്നും ചോദിച്ചില്ല. ഇന്ന് പോത്തും കുട്ടികളൊന്നും ഇല്ല. നമുക്ക് ഒരുപാട് പേർക്ക് പോത്തും കുട്ടികളെ എടുത്ത് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇതെല്ലാം നിൽക്കുന്ന നാടൻ കുട്ടികളാണ്. അതിനൊക്കെ ഒടുക്കത്തെ വിലയും പറയുന്നുണ്ട്. ഇതെല്ലാം രാത്രി 10 മണിക്ക് 12 മണിക്ക് മുമ്പായിട്ട് കച്ചവടമായ പോത്തുംകുട്ടികളാണ്. 300 പോത്തുംകുട്ടികൾ കയറിപ്പോയി. ലോഡ് കയറിപ്പോയി. നമ്മൾ വന്ന സമയത്ത് തന്നെ ലോഡ് കയറിപ്പോയി. ചന്തയിൽ വലിയ തിരക്കൊന്നുമില്ല. കന്നില്ല. അതുകൊണ്ട് വന്നവരൊക്കെ കുറേയൊക്കെ തിരിച്ചു പോയി, കന്നില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ നാളെ ഈ റോഡ് ചന്തയിലൊക്കെ പോകുന്നൊക്കെ അവർ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. നല്ലൊരു പോത്തുംകുട്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇതൊക്കെ പാതിരാത്രി തന്നെ കച്ചവടമായി പോയിരിക്കുകയാണ്. ഇതിനൊക്കെ 20 രൂപ 25 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. ഈ നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്ത കുട്ടികൾ. എന്നാലും ഇതിനൊക്കെ ചോദിക്കുന്നവരങ്ങേറ്റത്തെ ചോദ്യമാണ്. 25 രൂപ 27 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറിയൊരു പോത്തുംകുട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. 15 രൂപ ചോദിക്കുന്നുണ്ട്. 15 രൂപയാണ് ഈ ഒരു ചെറിയൊരു പോത്തുംകുട്ടിക്ക് ചോദിക്കുന്നത് തന്നെ. എന്തായാലും കന്നുകാലികളൊന്നും ഇല്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ചെറിയ എരുമക്കുട്ടികളൊന്നും ഇന്ന് വന്നിട്ടില്ല. ഒരു ചെറിയൊരു പോത്തുംകുട്ടി ഇപ്പോൾ ഉണ്ട്. അതിന് 10 രൂപ ചോദിച്ച്. അത് ആരോഗ്യക്കുറവുള്ള കുട്ടിയാണ്.
കച്ചവടം കഴിഞ്ഞതാണ്. പൈക്കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ചെറിയ പൈക്കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അല്ല, നമ്മൾ ഇത്രയും നേരമായിട്ട് 2 പോത്തും കുട്ടിയും രാവിലെ കണ്ട വെള്ള മുരിക്കുട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും ഇടക്കറവോ പശുക്കളെ കിട്ടുമെന്നറിയാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ ചന്തയ്ക്കകത്ത് കറങ്ങുകയാണ്. 7 മണി കഴിഞ്ഞു. 100 കിലോ ഒക്കെ വരുന്ന ഒരു ബൈക്ക് അവർ ചോദിക്കുന്നതിന് 40 രൂപയാണ്. ഈ മുരിക്കുട്ടി ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല. രാവിലെ 42,000 രൂപ ചോദിച്ചതാണ്, 43,000 രൂപ ചോദിച്ചതാണ്. ഇടക്കറവ് പശു ഇവിടെ നിൽപ്പുണ്ട്. ഒരു 3 ലിറ്റർ പാല് കിട്ടുമെന്ന് പറയുന്നുണ്ട്. 38,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 38,000 രൂപയാണ് ഈ ഒരു പശുവിന് ചോദിക്കുന്നത്. ഒടുക്കത്തെ വില തന്നെയാണ് അവർ പറയുന്നത്. കന്നെടുക്കാനും ആളുണ്ട്, പക്ഷേ വലുതായിട്ടൊന്നും കച്ചവടം നടന്നിട്ടില്ല. കുറച്ച് കച്ചവടം മാത്രമേ നടന്നിട്ടുള്ളൂ ഇത്രയും സമയമായിട്ട്. ആരും എടുക്കാൻ അങ്ങോട്ട് ഉത്സാഹം കാണിക്കുന്നില്ല. കാരണം ഇമാതിരി വില പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കന്നെടുക്കുന്നത് എന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ ഒരു പശു നിൽപ്പുണ്ട്. ഇതിനവർ 30 രൂപ ചോദിക്കുന്നുണ്ട്. വേറെ ജല്ലിക്കെട്ട് സൈസ്, ആലിഗർ സൈസ് ഒക്കെ കാളമൂരിയൊക്കെ ആ ഭാഗത്തൊക്കെ അവിടെ നിൽപ്പുണ്ട്. പശുക്കളെ ഒരു വിലയില്ലാത്ത പശുക്കൾക്ക് വരെ അവർ 35,000 40,000 ഒക്കെയാണ് ചോദിക്കുന്നത്. തടിപ്പൈ ഇടക്കറവയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. എന്നാലും വെറുതെ വില ചോദിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇന്നത്തെ ഈ ഒരു വിലയ്ക്ക് എടുപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു പൈന് അവർ ചോദിക്കുന്നത് തന്നെ ഒരു 35,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ആ വെള്ളപ്പൈക്ക് 35 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ എത്ര വില പറയും? 100 കിലോ താഴെ വരുന്ന നീറ്റ് വരുന്ന പൈകളാണ് അതൊക്കെ. പാല് 3 ലിറ്റർ 4 ലിറ്റർ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം ശരിയാണെന്നറിയില്ല. എന്തായാലും ഇന്നത്തെ ചന്ത ഒരു വല്ലാത്തൊരു ചന്തയായിപ്പോയി. ഒരു രക്ഷയില്ല. ഇതുവരെയായിട്ട് നമ്മൾ ഒരു പയ്യനെ മേടിക്കാണ് നമ്മളൊരു സുഹൃത്ത് സബ്സ്ക്രൈബർ ഒരു പയ്യെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞാണ് നമ്മളിപ്പോൾ കറങ്ങി വയ്ക്കുന്നത്. വന്നതിന് ഒരു എണ്ണ എടുക്കാന്നുള്ള ഇതിലാണ് ഇതിനൊക്കെ ചോദിച്ചിട്ട് അവർ ആ വില കേട്ടാൽ തന്നെ നമുക്കൊന്നും പറയാനില്ല. ഒരു കയറൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. ഒരു ഒതുങ്ങിയ പയ്യാണ്. പക്ഷെ അവർ 33,000 രൂപയാണ് അതിന് ചോദിക്കുന്നതിന്. 33,000 രൂപ ഓരോന്നിനും 33,000 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. ആ ചുവപ്പ് കറുപ്പ് 3 പശുക്കൾ 33,000 രൂപ മെയിൻ വിലയാണ് ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഏജൻറ്റിൻ്റെ അടുത്ത്. ഇവിടെയൊക്കെ നിൽക്കുന്ന പൈക്കൊക്കെ 40 രൂപയ്ക്ക് മേളിലാണ് ചോദിക്കുന്നത്. ഈ ഒരു വെള്ള പൈക്ക് നമ്മൾ കുറേ നേരം കൊണ്ട് വില പറഞ്ഞിട്ട് പോയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. പുള്ളി അത് ലാസ്റ്റ് ഒരു വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 രൂപയാണ് ചോദിച്ചത്. നമ്മളൊരു വില പറഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 30 രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് അവർ ചോദിക്കുന്നത് 37,000 രൂപയാണ്. 37,000 രൂപ അവർ ചോദിക്കുന്നുണ്ട്. 35 രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത്. 35,000 രൂപയ്ക്കാണ് അതിനെ തരാമെന്ന് പറയുന്നത്. 35,000 രൂപയ്ക്ക് അതിനെ മേടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. 2,000 രൂപ വണ്ടി കാശും എല്ലാം കൂടെ കൂട്ടുമ്പോൾ അതിലൊന്നും കിട്ടൂല. ചെറിയ പൈക്കുട്ടികളൊക്കെ ഇവിടെ കുറച്ചേ ഉള്ളൂ. ഇന്ന് പൈക്കുട്ടികളും മുരിക്കുട്ടികളൊന്നും അധികം വന്നിട്ടില്ല. ഇത് പുറത്തുനിന്ന് കന്ന് വരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും വിലക്കയറ്റവും കന്നിന് ക്ഷാമം. ആന്ധ്ര കർണാടക ഒറീസയിൽ നിന്നൊന്നും അധികം വരുന്നില്ല. ഇവിടെ തമിഴ്നാട്ടിലുള്ള ഒരാൾ തന്നെ ഒരു പൈക്കുട്ടിക്ക് വേണ്ടി വില പറഞ്ഞു കൊടുക്കുകയാണ്. 10,000 രൂപ വരെ പറഞ്ഞിട്ട് അയാൾ പൈസ കൊടുത്തിട്ട് മേടിക്കുന്നില്ല. 10,500 വരെ പറഞ്ഞ് ആ ഒരു ചെറിയ പൈക്കുട്ടിക്ക് അവർ മണ്ണൊക്കെ വരികറിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത കച്ചവടം തന്നെയാണ് കണത്. അത് കൊടുത്തില്ല. 10,000 രൂപ പറഞ്ഞിട്ട് ആ ചെറിയൊരു പൈക്കുട്ടിയെ കൊടുത്തിട്ടില്ല. അതൊക്കെ വേറെ പൈക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. ഇന്ന് കുറച്ചേ ഉള്ളായിരുന്നു പൈക്കുട്ടിയും മൂരിക്കുട്ടിയൊക്കെ. നല്ല വില തന്നെയായിരുന്നു. ഇനി അങ്ങോട്ട് വിലക്കയറ്റം തന്നെയാണ്. കാരണം ഇനി നോമ്പ് പെരുന്നാളൊക്കെ അടുത്തുകൊണ്ട് വില കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ചന്തയിൽ വലിയ തിരക്കൊന്നുമില്ല. കന്നും കുറവ് തന്നെ. നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബായ്.